ത് തെക്കൻ കേരളത്തിലും മധ്യകേരളത്തിലും കനത്ത മഴയിൽ വലിയ നാശനഷ്ടമാണ് ഉണ്ടായത്. ആലപ്പുഴയിൽ മരം വീണ് പരുക്കേറ്റ യുവാവ് മരിച്ചു. മട്ടാഞ്ചേരി പാലത്തിന് സമീപം മരം വീണ് പരുക്കേറ്റ ബൈക്ക് യാത്രികൻ ഉനൈസ് ചികിത്സയിലിരിക്കെയാണ് മരിച്ചത്. ആലപ്പുഴ പൂച്ചാക്കൽ വീട് തകർന്ന് 3 പേർക്ക് പരുക്കേറ്റു. എടത്വ തായങ്കരി റൂട്ടിൽ ജലനിരപ്പ് ഉയർന്നതിനാൽ KSRTC സർവീസ് താത്കാലികമായി നിർത്തിവെച്ചു. മനീഷ് മഹിപാൽ വിവരങ്ങളുമായി. മനീഷ്, ആലപ്പുഴയിൽ യെല്ലോ അലേർട്ടാണ്, പക്ഷേ ഈ മഴക്കെടുതികളുടെ വാർത്തയാണ് അവിടെ നിന്ന് പുറത്തു വരുന്നത്. വീട് തകർന്നുള്ള പരുക്ക്, ഒപ്പം തന്നെ ഈ ജലനിരപ്പ് ഉയർന്ന സാഹചര്യം. അതിപ്പോൾ അതിലേറ്റവും പുതിയ വിവരം എങ്ങനെയാണ് എടത്വ തായങ്കരി റൂട്ടിൽ? അനുജ, കഴിഞ്ഞ ദിവസം പെയ്ത ശക്തമായ മഴയിൽ എടത്വ തായങ്കരി എടത്വ മിത്രക്കര റൂട്ടിലാണ് ആ റോഡിലേക്ക് വെള്ളം കയറി KSRTC ബസ് സർവീസ് താൽക്കാലികമായി നിർത്തിവെച്ചത്. ഇന്ന് ഉച്ചയ്ക്ക് ശേഷം അവിടെ നിന്ന് ലഭിക്കുന്ന KSRTC അറിയിക്കുന്ന വിവരം അവിടെ വെള്ളം ഇറങ്ങി തുടങ്ങിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ സന്ധ്യയോടുകൂടി വീണ്ടും സർവീസ് പുനരാരംഭിക്കാൻ കഴിയുമെന്നാണ് അവർ അറിയിക്കുന്നത്. പക്ഷേ മഴ കൂടുതൽ പെയ്താൽ വീണ്ടും സർവീസ് തടസ്സപ്പെടും. ഒപ്പം തന്നെ ജില്ലയിൽ മഴയേക്കാളേറെ പ്രശ്നമുണ്ടാക്കുന്നത് ശക്തമായ കാറ്റാണ്. കഴിഞ്ഞ ദിവസമൊക്കെ തന്നെ ഒരുപാട് വീടുകൾ ഭാഗികമായും പൂർണ്ണമായും തന്നെ തകർന്നിരുന്നു. ഇന്നലെ തിങ്കളാഴ്ച പകലുണ്ടായ അപകടത്തിലാണ് ഇന്ന് രാവിലെ 30 വയസ്സുള്ള ഉനൈസ് മരണപ്പെട്ടത്. അവർ ഒരു അക്ഷയ കേന്ദ്രത്തിൽ പോയി ഭാര്യയും ഭർത്താവും മടങ്ങി വരുന്ന സമയത്താണ് മഴ പെയ്ത് ഒരു മരത്തിൻ്റെ ചുവട്ടിൽ കയറി നിന്നത്. അപ്പോൾ പെട്ടെന്ന് മരം കടപുഴകി ദേഹത്തേക്ക് വീഴുകയായിരുന്നു. ഭാര്യ അനീഷ ഗുരുതരമായ പരിക്കുകളോടെ നിലവിൽ ശസ്ത്രക്രിയയ്ക്ക് ശേഷം ആശുപത്രിയിലുണ്ട്. ഉനൈസിനെ ശസ്ത്രക്രിയയ്ക്ക് വിധേയനാക്കി, പക്ഷേ ജീവൻ രക്ഷിക്കാനായില്ല. ഇന്ന് പുലർച്ചെയോടെ മരിച്ചു. ഈ ഞായറാഴ്ച വിദേശത്തേക്ക് സൗദി അറേബ്യയിലേക്ക് ജോലി തേടി പോകേണ്ടതായിരുന്നു. അതിൻ്റെ ആവശ്യത്തിന് വേണ്ടി അക്ഷയ കേന്ദ്രത്തിലേക്ക് പോകുന്ന വഴിയാണ് തിങ്കളാഴ്ച ഈ അപകടം തേടിയെത്തിയത്. ഇന്നലെ രാത്രി 12 മണിയോടുകൂടിയാണ് ആലപ്പുഴ പൂച്ചാക്കൽ ബാബുരാജൻ്റെ വീട് ഭാഗികമായി തകർന്നത്. വീടിൻ്റെ മേൽക്കൂര തകർന്ന് വീട്ടിൽ ആ സമയത്തുണ്ടായിരുന്ന ഇയാളുടെ ഭാര്യ, അമ്മ, മകൾ ഇവരുടെ ദേഹത്തേക്ക് വീണു. ഇവരെ തൊട്ടടുത്തുള്ള ചേർത്തല താലൂക്ക് ആശുപത്രിയിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇവരുടെ പരിക്ക് നിസ്സാരമാണെന്നാണ് നിലവിൽ അറിയുന്നത്. ഒപ്പം തന്നെ ജില്ലയിൽ തീരദേശ മേഖല കൂടി ഉള്ളതുകൊണ്ട് ശക്തമായ കടൽക്ഷോഭവും കടലേറ്റവും കള്ളക്കടൽ പ്രതിഭാസവും ഒക്കെ തന്നെ കഴിഞ്ഞ മഴക്കാലത്തുമൊക്കെ തന്നെ ഉണ്ടായിട്ടുണ്ട്. കഴിഞ്ഞ മാസവും ശക്തമായ കടലാക്രമണം നേരിട്ട സ്ഥലങ്ങളാണ് ആലപ്പുഴയിൽ ആറാട്ടുപുഴ, തൃക്കുന്നപ്പുഴ, തോട്ടപ്പള്ളി, പുറക്കാട്, വളഞ്ഞവഴി തുടങ്ങിയ മേഖലകൾ. അവിടെയും ഇന്ന് ഉച്ചയ്ക്ക് ശേഷം ഈ വലിയ രീതിയിലുള്ള കടൽക്ഷോഭം ഉണ്ടാകുന്നുണ്ട് എന്നുള്ള വിവരമുണ്ട്. അത് വൈകിട്ടും കൂടി തുടർന്നാൽ മാത്രമായിരിക്കും ജനജീവിതത്തെ ബാധിക്കുക. അവരുടെ വീടുകളിലേക്കടക്കം കടൽ കയറുക, റോഡുകളിലേക്ക് കടൽ കയറുക, അങ്ങനെയുള്ള ദുരിതത്തിലേക്ക് അത് മാറുക. പക്ഷേ നിലവിൽ ഈ ഉച്ചയ്ക്ക് ശേഷം സ്വാഭാവികമായി ഉണ്ടാകുന്ന വേലിയേറ്റത്തിൻ്റെ ഭാഗമായിട്ടുള്ള കടലേറ്റമാണെന്നാണ് ആളുകൾ പറയുന്നത്. അല്ലാതെയുള്ള കടൽക്ഷോഭം നിലവിലില്ല. പക്ഷേ മഴ കൂടുതൽ ശക്തിപ്പെട്ടാൽ ഇത്തരം വിഷയങ്ങൾ കൂടുതൽ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. ഒപ്പം തന്നെ തോട്ടപ്പള്ളി പൊഴിമുഖം വഴിയാണ് നിലവിൽ കുട്ടനാട് അടക്കമുള്ള മേഖലകളിൽ തങ്ങിക്കിടക്കുന്ന അല്ലെങ്കിൽ കിഴക്കൻ മേഖലയിൽ കൂടി ഒഴുകി വരുന്ന വെള്ളം ഒഴുകിപ്പോകുന്നത് തോട്ടപ്പള്ളി വഴിയാണ്. തോട്ടപ്പള്ളി പൊഴി നിലവിൽ മുറിച്ച നിലയിലാണ്. ആ വഴി വെള്ളം ഒഴുകി പോകുന്നുണ്ട്. കൂടുതൽ ഷട്ടറുകൾ മഴയുടെ തോതനുസരിച്ച്, ജലം ഒഴുകി വരുന്നതിൻ്റെ തോതനുസരിച്ചായിരിക്കും കൂടുതൽ ഷട്ടറുകൾ തോട്ടപ്പള്ളി സ്പിൽവേയിൽ തുറക്കുക. അപ്പോൾ തന്നെ ജില്ലയുടെ വടക്കൻ മേഖലയിലെ വെള്ളം, പ്രത്യേകിച്ചും വേമ്പനാട്ട് കായൽ, മുഹമ്മ വഴി വരുന്ന തണ്ണീർമുക്കം ബണ്ട് വഴി വരുന്ന വെള്ളമൊക്കെ തന്നെ അന്ധകാരനഴി പൊഴി മുറിച്ചു വിടാനുള്ള നടപടികൾ കൂടി ആരംഭിച്ചിട്ടുണ്ട്. അങ്ങനെ മഴയെ പ്രതിരോധിക്കാൻ, മഴവെള്ളം തടഞ്ഞു നിൽക്കാതിരിക്കാനുള്ള എല്ലാ മാർഗ്ഗങ്ങളും ജില്ലയിലുണ്ട്. പ്രത്യേകിച്ച് പെട്ടെന്ന് വെള്ളം പോകുന്ന കുട്ടനാട്ടിലടക്കം കിഴക്കൻ മേഖലയിൽ പെയ്യുന്ന മഴ ഒഴുകിപ്പോകാനാണ് ഈ മാർഗ്ഗം സ്വീകരിക്കുക. ഇനി ഇന്നത്തെ ദിവസത്തെ രാത്രിയിലെ മഴയുടെ അടിസ്ഥാനത്തിലായിരിക്കും നാളെ പല റൂട്ടുകൾ, അതായത് കുട്ടനാട്ടിലെ താഴ്ന്ന പ്രദേശങ്ങളിലടക്കം KSRTC സർവീസുകൾ മാറ്റിവെക്കണമെന്നുള്ള നിർദ്ദേശം അല്ലെങ്കിൽ അത്തരത്തിൽ ഉത്തരവുകൾ വരിക. എന്താണെങ്കിലും ഇന്ന് ജില്ലയിലെ എല്ലാ സ്കൂളുകളും അവധിയായിരുന്നു. പരീക്ഷകൾക്ക് മാറ്റമില്ലായിരുന്നു. നാളത്തേക്ക് സംബന്ധിച്ചുള്ള അറിയിപ്പ് നിലവിൽ ജില്ലാ ഭരണകൂടം ഇതുവരെയും പുറത്തുവിട്ടിട്ടില്ല. അനുജ, ആലപ്പുഴയിൽ നിന്നുള്ള ഏറ്റവും പുതിയ വിവരങ്ങളാണ് മനീഷ് മഹിപാൽ നൽകിയത്. അതിലേറ്റവും പ്രധാനം പൂച്ചാക്കലിൽ വീട് തകർന്ന് 3 പേർക്ക് പരുക്കേറ്റ് ശക്തമായ കാറ്റാണ് ഇന്ന് ജില്ലയിൽ ഉണ്ടായത്, മഴയല്ല എന്നുള്ളതാണ് മനീഷ് നൽകിയ വിവരം.